വളരെ ദുഃഖകരമായ ഒരു സംഭവം ഇന്നലെ രാത്രി കായംകുളത്തിനടുത്ത് കണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായി. ഒരു മകൻ നവജിത്ത്, അയാൾ അഭിഭാഷകനാണ്. നടരാജൻ, 30 വയസ്സുകാരൻ. അയാളുടെ അച്ഛനെ അതിദാരുണമായിട്ട് വെട്ടിക്കൊന്നു. അച്ഛന് 63 വയസ്സുകാരനാണ്, അമ്മ 48 വയസ്സും. അച്ഛൻ നടരാജൻ, അമ്മ സിന്ധു. ഇവരെ മാറി മാറി വെട്ടി. കൊടുവാളുണ്ട്, വലിയൊരു കൊടുവാളെടുത്ത് വെട്ടുകത്തിയുണ്ട്. ഇവരെ തലയ്ക്ക് ശരിയായിട്ട് ഇഷ്ടംമാതിരി വെട്ടി. അത് ഈ നടരാജൻ്റെ ആണെങ്കിൽ കണ്ണിനുമൊക്കെ വെട്ടേറ്റിട്ടുണ്ട്, കണ്ണുമൊക്കെ പോയി നഷ്ടപ്പെട്ടു. ഈ അമ്മ സിന്ധുവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വെട്ടേറ്റിട്ട് ഈ കൈയുടെ വിരലുകൾ അറ്റുപോയി. അതുകൊണ്ട് അവർ പക്ഷേ ചികിത്സയിലാണ്. ഈ സിന്ധു അത് രക്ഷപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. നടരാജൻ ഏതായാലും കൊല്ലപ്പെട്ടു. ഈ ചെറുപ്പക്കാരൻ, ഈ അഭിഭാഷകൻ്റെ ഭാര്യ പ്രസവത്തിന്, നവ്യ എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവത്തിനായിട്ട് ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ആ സമയത്താണ് ഈ പണി പറ്റിക്കുന്നത്. എന്തിനത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന വിവരങ്ങൾ ഇയാൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ടെന്നും, ലഹരി, അതായത് ഇയാൾ എപ്പോഴും ലഹരിക്ക് അടിമയാണെന്നും, അതിന് ഈ അച്ഛനും അമ്മയും ഇയാളെ ശാസിച്ചെന്നുമാണ്. അപ്പോൾ അതാണ് ഇയാൾക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം. അപ്പോൾ ഇയാൾ ഈ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ഈ നടരാജൻ. അപ്പോൾ ആ വീട്ടിൽ അവർക്കൊരു വേറെ ഒന്നും ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള പരാധീനതയുള്ള കൊണ്ടുള്ള കുഴപ്പങ്ങളൊന്നും അല്ല ഈ സംഭവിച്ചേക്കുന്നത്. നേരെ മറിച്ച് അയാൾ ഈ ലഹരിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലായി വരുന്നത്. അപ്പോൾ ഈ ലഹരി മൂലം എത്ര കുടുംബങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നെന്ന് നോക്കിക്കോളൂ, എന്ത് ദുരന്തങ്ങളുണ്ടാകുന്നെന്ന് നോക്കിക്കോളൂ. ഇതൊന്നും അറിയാൻ പാടില്ലാതിരിക്കുന്ന ഈ നടരാജനും ഈ സിന്ധുവും. നടരാജൻ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയാണ്. തല മുഴുവൻ വെട്ടുകയാണ് അയാൾക്ക്, ഒരുപാട് തുര വെട്ടിയേക്കാണ്. അത് കാരണം നേരെയുള്ള ഒരുത്തൻ, ഒരു മകൻ ഒരിക്കലും ഇതുപോലെ അച്ഛനമ്മമാരെ ഇങ്ങനെ വെട്ടിക്കൊല്ലത്തില്ല. അപ്പോൾ ഇയാൾ ലഹരിക്കടിമയാണ്, ലഹരിയാണ് ഇതിൻ്റെ പിന്നിലെ വില്ലൻ. അപ്പോൾ ഈ ലഹരി അവസാനിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് ഒരു അഭിഭാഷകനാണ് ഇയാൾ. ആ ജോലിക്ക് ഇയാളെ കൊള്ളുകയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ രീതിയിൽ അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലാൻ ഒരു വലിയ ക്രിമിനലായിട്ട് മാറിയത്. ഇനി അവന് വെളിച്ചം കാണാൻ പറ്റുമോ? ഇവനെ പോലീസ് കയറെറിഞ്ഞ് വരിഞ്ഞ് കെട്ടി കീഴ്പ്പെടുത്തിയതാണ്. കാരണം പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ ചെന്നു, അവരെ വീട്ടിൽ കയറാൻ സമ്മതിച്ചില്ല. അവർ ബലമായിട്ട് പിന്നെ നാട്ടുകാരെല്ലാം കൂടെ കയറിയാണ് ഇവരെ ആശുപത്രി കൊണ്ടുപോയത്. ആശുപത്രി കൊണ്ടുപോകാൻ ഇവരെ സമ്മതിക്കുകയില്ല. അങ്ങനെ ഇവൻ ഈ വെട്ടുകത്തിയുമായിട്ട് നേരെ വീടിൻ്റെ 2ാം നിലയിൽ കയറി ഇങ്ങനെ നിലയുറപ്പിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവസാനം പോലീസ് വന്ന്, അപ്പോൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ള അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവർ കയറെറിഞ്ഞ് ഇവനെ പിടികൂടിയിട്ട് കയറുകൊണ്ട് കെട്ടി വരിഞ്ഞാണ് ഇവനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയത്. കാരണം അവന് ബോധമില്ല. ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻടോക്സിക്കേറ്റഡ് ലഹരിയാണ്. അപ്പോൾ എന്താ വലിച്ച് കയറ്റിയേക്കുന്നതെന്നും അറിയാൻ വയ്യ. അതുമാതിരി ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, ആളുകളെല്ലാം ശ്രദ്ധിക്കണം. വീടുകളിൽ ഇതുപോലെ വലിയ ദുരന്തം ഉണ്ടാക്കാൻ ഒരുത്തം മതി ഇതുപോലെ വരണം, കൂടുതൽ വേണ്ടല്ലോ. ഇവനൊരു സഹോദരനും സഹോദരിയുണ്ട് വേറെ, അവർ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു ഈ സമയത്ത്. ഇവൻ മാത്രമേ ഉള്ളൂ ഈ അച്ഛനും അമ്മയുടെ ഒപ്പം. അന്നേരമാണ് ഈ പണി ചെയ്തു വെച്ചത്. ഏതായാലും സിന്ധു സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അവരെ കൈവിരലൊക്കെ അറ്റ് തൂങ്ങിപ്പോയി. ഇനി ഏതായാലും ശരി, ഒരുപാട് വെട്ടുകൊണ്ടു. ആ ട്രോമയിൽ നിന്നൊക്കെ അവർ ഇനി എന്ന് വെളി വരും? സ്വന്തം മകനാണ് ഈ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു മകനാണ് അവനെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെ അടുത്ത് ഇതുപോലെ ചെയ്യൂ.
ചെയ്യും. കാരണം അവനല്ല, അവൻ്റെ ഉള്ളിലുള്ള ലഹരിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. തിരിച്ചറിയണം.